ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വേളാങ്കണ്ണി പള്ളിയിൽ കൊടിയേറ്റ് ദിവസമാണ്. അപ്പം എത്രത്തോളം അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് മിസ്സായി പോയി കഴിഞ്ഞാൽ പരസ്പരം കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിക്കുള്ള തിരക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എനിക്കറിയില്ല കൊടി ഏറ്റുന്നത് എനിക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്ത് വെച്ചേക്കാം, കുറച്ച് വീഡിയോസ് കിട്ടുന്ന എടുത്ത് വെച്ചേക്കാം. കൊടിയേറ്റുന്നത് എനിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ പെരുന്നാൾ സമയത്തല്ല വരുന്നത്, അല്ലാതുള്ള സമയങ്ങളിൽ വരുന്നത് കാരണം വലിയ തിരക്കൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനും കൊടിയേറ്റ് കാണുന്നത്. അപ്പം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളായിരുന്നു ഇത്രയും തിരക്കിനെ കുറിച്ചൊക്കെ. പക്ഷേ ഇപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ കൊടിയേറ്റ് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എവിടെ നിന്ന് എങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഇതിൽ നമ്മൾ ആദ്യം നോക്കിയത് എവിടെയാണ് കൊടിയേറ്റ് കാണാൻ നല്ലൊരു സ്ഥലം എന്നുള്ള രീതിക്ക് നമ്മൾ ഒരുപാട് വന്ന സ്ഥലത്ത് തന്നെ പിന്നെയും ചുറ്റി ഒരുപാട് നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കാണുന്നതാണ്, നല്ലതുപോലെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എത്ര ശ്രമിച്ചിട്ടും ഒരു വിധത്തിൽ പറ്റുന്നില്ല. പിന്നെ കുറേ നടന്ന് അവസാനം നമ്മൾ പള്ളിയുടെ ഒരു സൈഡിലോട്ടാണ് എത്തിയത്. സൈഡെങ്കിൽ സൈഡ് എവിടുന്നെങ്കിലും നല്ലൊരു വ്യൂ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്നത്. ഭയങ്കര റഷായിരുന്നു. ഒട്ടും നമുക്കൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഞങ്ങൾ നിന്നത്. ഇവിടെ നിന്ന് ആ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ വീഡിയോയും കൂടി എടുക്കുന്ന കാരണം മാക്സിമം സൂം ചെയ്തിട്ടായിരുന്നു എടുത്തത്. അപ്പം അറ്റ്ലീസ്റ്റ് അതിലൂടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഓരോ ബിൽഡിങ്ങുകളുടെ മേളിലാണ് എത്രയും ജനങ്ങൾ കയറി നിൽക്കുന്നത്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരുപാട് നിൽക്കേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം പോയിട്ട് കുറച്ച് നേരം നിന്ന് കുറേ കഴിയുമ്പോഴത്തേനും കൊടിയേറ്റ് കാണാനെങ്കിലും പറ്റിയെന്ന് പറയാം. ചില ആളുകൾ രാവിലെ തൊട്ടേ അല്ലെങ്കിൽ ഉച്ച തൊട്ടേ വന്ന ഒരു സ്ഥലം സീറ്റ് പിടിച്ച് അവിടെ തന്നെ ഇരിപ്പായിരുന്നു. അതും പറഞ്ഞ് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതേണ്ട നിങ്ങൾ ഈ കാണുന്നതാണ് മാതാവിൻ്റെ കൊടിയേറ്റ് പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത്. ഇത് എനിക്ക് സൂം ചെയ്തുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബിൽഡിങ്ങുകളുടെ മുകളിലിരിക്കുന്ന അത്രയും ജനക്കൂട്ടമൊക്കെ. കരുണയിൻ സാഗരമേ
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും വീഡിയോ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.